വടക്കൻ കുവൈത്തിൽ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം നിരവധി സ്ഫോടനങ്ങളും വൻ തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ക്യാമ്പ് ദോഹ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വടക്കൻ കുവൈത്തിൽ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം നിരവധി സ്ഫോടനങ്ങളും വൻ തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കുവൈത്തിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ക്യാമ്പ് ദോഹ അഥവാ അൽ ദോഹ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. എന്നാൽ സംഭവത്തിൽ കുവൈത്ത് അമേരിക്കൻ അധികൃതരുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ കുറഞ്ഞത് 3 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന സംഭവത്തെക്കുറിച്ച് അറിവുള്ള വൃത്തങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ ഔദ്യോഗിക മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയും കുവൈത്തിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈത്തിന്റെ മധ്യഭാഗത്ത് വലിയ തീപിടുത്തമുണ്ടായതായും മറ്റ് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ കുവൈത്തിലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവ സ്ഥലത്തു നിന്നുള്ളതായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ദൂരത്തു നിന്നും കാണാവുന്ന തരത്തിൽ കനത്ത തീയും പുകപടലങ്ങളും ഉയരുന്നത് കാണാമെന്നാണ് റിപ്പോർട്ട്. സ്ഫോടന ശബ്ദങ്ങൾ കുവൈത്തിനോട് അതിർത്തി പങ്കിടുന്ന ഇറാഖിലെ ബസ്ര പ്രവിശ്യയിലും കേട്ടതായ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതിനിടെ കുവൈത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ നേരിടാൻ സജ്ജമായതായി പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ എത്ര ഡ്രോണുകളാണ് എത്തിയതെന്നോ അവയെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞോ നശിപ്പിച്ചോ എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ ആളപായമോ സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടമോ സംബന്ധിച്ച വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.